വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പം മാൽപ്പേ ബീച്ച്, ഉടുപ്പിയിലുള്ള മാൽപ്പേ ബീച്ചിലാണ്. നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് സെൻറ്റ് മേരീസ് ഐലൻഡിലാണ്. ഇപ്പോൾ നമ്മളൊരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി പോകും. ഇന്നലെ രാത്രി നമ്മൾ മാംഗ്ലൂരാണ് വന്നിറങ്ങിയത്. അതിനുശേഷം നമ്മൾ ഉടുപ്പിയിലോട്ട് വന്നു. അതിനുശേഷം നമ്മൾ രാവിലെ ശ്രീകൃഷ്ണ ടെമ്പിളിലൊക്കെ പോയി. അവിടെ നമുക്ക് കുറച്ച് വീഡിയോ റെസ്ട്രിക്ഷനൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ അത് കണ്ടിട്ട് വരും. നമുക്ക് സെൻറ്റ് മേരീസ് ഐലൻഡിലെ വിശേഷങ്ങളിലേക്ക് പോകാം. കൊച്ചിയിൽ നിന്നും ട്രെയിൻ കയറി നമ്മൾ മാംഗ്ലൂരിലെത്തി. അവിടെ നിന്നും റെൻ്റേ കാർ വഴി ഒരു കാർ എടുത്തിട്ടാണ് നമ്മൾ ഉടുപ്പിയിലോട്ട് വന്നത്. അവിടെ വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ശ്രീകൃഷ്ണൻ ടെമ്പിളിലോട്ടാണ് ആദ്യം വന്നത്. നമ്മൾ വെളുപ്പിനെ തന്നെ ഒരു 6:30 ആയപ്പോഴേക്കും ശ്രീകൃഷ്ണൻ ടെമ്പിളിലെത്തി. ഇനി ഈ ടെമ്പിളിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഉടുപ്പിയിലുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ആരാധനാ കേന്ദ്രമാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം. 13-ാം നൂറ്റാണ്ടിൽ വൈഷ്ണവ സന്യാസിയായിരുന്ന ജഗദ്ഗുരു മധ്വാചാര്യരാണ് ഈ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം നിർമ്മിച്ചത്. ഒരു ആശ്രമാന്തരീക്ഷത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രധാന ക്ഷേത്രത്തിന് സമീപത്തായി ഏകദേശം 1000-ലേറെ വർഷം പഴക്കമുള്ള ഉടുപ്പി അനന്തേശ്വര ക്ഷേത്രം ഉൾപ്പെടെ നിരവധി ആരാധനാ കേന്ദ്രങ്ങളുണ്ട്. ക്ഷേത്രത്തിൻ്റെ പ്രവേശന നിർമ്മിതികളെല്ലാം കരിങ്കല്ലിലാണ് എങ്കിലും ഇപ്പോഴത്തെ നവീകരണ പ്രവർത്തനങ്ങളിൽ കോൺക്രീറ്റ് നിർമ്മിതികളും ഉണ്ട്. വെളുപ്പിന് 5:30 ക്ഷേത്രം തുറക്കുന്നു. 9 ദ്വാരങ്ങളുള്ള വെള്ളി പൂശിയ ജാലകത്തിലൂടെയാണ് ദേവനെ ആരാധിക്കുന്നത് എന്നാണ് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ഈ ക്ഷേത്രം ഉച്ചയ്ക്ക് പ്രസാദം നൽകാറുമുണ്ട്. നമ്മൾ ഉടുപ്പിയിൽ കാണാൻ വന്നിരിക്കുന്നത് സെൻറ്റ് മേരീസ് ഐലൻഡ് ആണ്. അതിന് വേണ്ടിയിട്ട് മാൽപ്പയുടെ സീ വോക്കിൻ്റെ സൈഡിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ കാണുന്നത് കൊച്ചിൻ ഉടുപ്പി ഷിപ്പ് യാർഡാണ് കേട്ടോ. നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാ. ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സംഭവം കണ്ടത്. അത് ശരിക്കും നമുക്കൊരു ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടോ. ഗായ്സ്, ദൂരെ കാണുന്നതാണ് സെൻറ്റ് മേരീസ് ഐലൻഡ്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല ബിക്കോസ് ഓഫ് ദിസ് റെയിനി സീസൺ. സെൻറ്റ് മേരീസ് ഐലൻഡിൽ പോകാൻ പറ്റില്ല, കാരണം ഇവിടെ 14 സെപ്റ്റംബർ വരെ ക്ലോസ്ഡ് ആണ്. ഇവരവിടെ കോൺടാക്ട് നമ്പറും അതിൻ്റെ ടൈമിങ്ങും അതുപോലെ തന്നെ മെയ് മുതൽ, അതായത് സെപ്റ്റംബർ മുതൽ മെയ് വരെയാണ് ഇതിൻ്റെ ഒരു സീസൺ എന്നൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് എന്തായാലും പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ആക്ച്വലി നമുക്ക് സെൻറ്റ് മേരീസ് ഐലൻഡ് കാണാനുള്ള ഒരു ഭാഗ്യമില്ല. ആക്ച്വലി സെൻറ്റ് മേരീസ് ഐലൻഡിൻ്റെ ഒരു നമുക്ക് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിരുന്നു ഉടുപ്പിയിൽ നിങ്ങൾ എന്തായാലും പോകുന്നുണ്ടെങ്കിൽ സെൻറ്റ് മേരീസിൽ പോകണം എന്നുള്ളത്. പിന്നെ കുറേ വീഡിയോസ് കണ്ടപ്പോഴും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇവിടുത്തെ ഒരു ടൈം എന്ന് പറയുന്നത് സെപ്റ്റംബർ ടു മെയ് ആണ് ഇവിടുത്തെ ഒരു സീസൺ വരുന്നത്. സെപ്റ്റംബർ 14 വരെ ക്ലോസ്ഡ് ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റിയത്. നമ്മൾ കുറേ വ്ളോഗും കുറേ വീഡിയോസൊക്കെ കണ്ടെങ്കിലും അതിലൊന്നും ആരും ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊന്നും നമുക്ക് അബദ്ധം പറ്റി. നമുക്ക് ജസ്റ്റ് ഇവിടെ മാൽപ്പേ ബീച്ചിൻ്റെ കുറച്ച് സീനൊക്കെ നമുക്ക് നോക്കി ഇതിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് നമുക്ക് പോവാം. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു സീ വോക്ക് ഉണ്ട്, അതിൽ വേണമെങ്കിൽ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. മാൽപ്പേ എന്ന് പറയുന്നത് ഒരു ബീച്ച് ടൗൺ ആണ്. ഉടുപ്പിയിൽ നിന്നും 6 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ് മാൽപ്പേ എന്ന് പറയുന്നത്. മാൽപ്പയുടെ സീ വോക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇവിടുത്തെ മാൽപ്പയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ബീച്ചസും ഫിഷ് ഹാർബറും സെൻറ്റ് മേരീസ് ഐലൻഡൊക്കെയാണ്. എന്തായാലും സെൻറ്റ് മേരീസ് ഐലൻഡ് നമുക്ക് കാണാൻ പറ്റിയില്ല. ഈ സീ വോക്ക് കാണാൻ പറ്റിയത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. സീ വോക്ക് എന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കർണാടകയിൽ തന്നെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ഒരു സീ വോക്കാണ് ഈ മാൽപ്പയിലുള്ളത് കേട്ടോ. ഇവിടെ നമുക്ക് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല നീറ്റായിരുന്നു. അതുപോലെ തന്നെ ആളുകൾ അവിടെ മീൻ പിടിക്കുന്നതും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ എന്തായാലും എൻജോയ് ചെയ്തു. സെൻറ്റ് മേരീസ് ഐലൻഡ് കാണാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ വന്നത് നഷ്ടമായില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ മൂകാംബിക ക്ഷേത്രമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മാൽപ്പയിൽ നിന്നും അവിടെ നിന്നും പുറപ്പെട്ടിട്ട് നമ്മൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 3:34 ആ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം 3 മണിയൊക്കെ ആകുമ്പോഴാണ് പിന്നെ നമ്മുടെ അമ്പലം തുറക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ കൊല്ലൂർ മൂകാംബികയിലേക്ക് പോകുന്ന വഴിയാണ്. ഇനി എന്തായാലും മൂകാംബിക ക്ഷേത്രത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. കർണാടക സംസ്ഥാനത്തിലെ ഉടുപ്പി ജില്ലയിലെ ബൈന്ദൂർ താലൂക്കിൽ
കൊല്ലൂർ എന്ന സ്ഥലത്തിൽ സൗഭർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായൊരു തീർത്ഥാടന കേന്ദ്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. മൂകാംബിക എന്നറിയപ്പെടുന്ന ഭഗവതിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ലോകമെമ്പാടുമുള്ള ദേവി ഭക്തരുടെയും ശക്തി ഉപാസകരുടെയും ഒരു പുണ്യകേന്ദ്രം കൂടിയാണ് ഇവിടം. എല്ലാ ജാതി മതസ്ഥർക്കും ഇവിടെ ദർശനം അനുവദനീയമാണ്. വടക്ക് ഗോകർണ മുതൽ തെക്ക് കന്യാകുമാരി വരെ കിടന്നിരുന്ന പുരാതന കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട 4 അംബികമാരിൽ പ്രധാനിയാണ് മൂകാംബിക എന്ന സങ്കല്പമുണ്ട്. അതിനാൽ മലയാളികൾ ധാരാളമായി ദർശനം നടത്തുന്ന ക്ഷേത്രമാണിത്. നിലവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണെങ്കിലും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരിൽ നല്ലൊരു ശതമാനവും കേരളത്തിൽ നിന്നാണ്. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായി മൂകാംബിക ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. ഇവിടെ എന്നും മലയാളികളുടെ പ്രവാഹമാണ്. എന്നെങ്കിലും മലയാളികൾ വരാതായാൽ ദേവി കേരളത്തിലേക്ക് പോകും എന്നൊരു വിശ്വാസവുമുണ്ട്. ഈ മഹാക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. മീനമാസത്തിലെ കുടികയറ്റവും അതിനോടനുബന്ധിച്ചുള്ള മഹാരഥോത്സവവും അശ്വിനി മാസത്തിലെ ആദ്യ 9 നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി വിജയദശമി ഉത്സവവും വിദ്യാരംഭവും ഇവിടെ പ്രധാനമാണ്. ഇനി നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്നെ എക്സൈറ്റ്മെൻറ്റിലേക്ക് എത്തിക്കുന്ന സ്ഥലമാണ് കുടജാദ്രിയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മളിത് ജീപ്പൊക്കെ നോക്കുവാണ്. ഒരു ജീപ്പിലേക്ക് 8 പേരെ നമ്മൾ കയറ്റുള്ളൂ കേട്ടോ. അപ്പോൾ 8 പേരെ വെച്ച് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 2-3 ജീപ്പിലൊക്കെ ആയിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോയപ്പോൾ ഭയങ്കര രസമായിരുന്നു. അവിടുത്തെ യാത്ര എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഒരു ട്രക്കിംഗ് ആയിരുന്നു. ഈ ഫോറസ്റ്റ് ഏരിയയിലോട്ട് കടക്കാൻ തന്നെ ഓൾമോസ്റ്റ് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ എടുക്കും. അതിനുശേഷം ഒരു ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ ആ ചെക്ക് പോസ്റ്റിൽ കുറച്ച് നേരം നിർത്തിയിടും. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളോ ഫുഡോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. അതിനുശേഷം പിന്നെ ഒരു ഒറ്റ വിടലാണ്. പിന്നെ ബേസ് പോയിന്റിലാണ് നിർത്തുള്ളൂ. അവിടെ ചെല്ലുമ്പോഴാണ് കുറച്ച് അമ്പലങ്ങളൊക്കെ ഉള്ളത്. പിന്നെ അവിടെ നിന്നാണ് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ട്രെക്കിംഗ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു മണിക്കൂറിൽ അധികം വരുന്നൊരു ട്രെക്കിംഗ് ആണ്. 1.5 കിലോമീറ്റർ എന്ന് ഇവർ പറയുമെങ്കിൽ കൂടി ഭയങ്കര ട്രെക്കിംഗ് ആണത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കാണാം എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ എന്നുള്ളത്. ഇവിടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സൊക്കെ ഭയങ്കര എക്സ്പേർട്ട് ഡ്രൈവേഴ്സാട്ടോ. അല്ലാത്തവർക്ക് ഈ ഒരു വഴിക്കൂടെ ഓടിക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളുടെ അവസ്ഥയൊക്കെ ഭയങ്കരമായിട്ട് മാറി തുടങ്ങും. ഇങ്ങനെ കുടുങ്ങി അയ്യോ, പിന്നെ എല്ലാവരും നിലവിളിയും ബഹളമൊക്കെ ആയിരുന്നു. പക്ഷെ എങ്കിൽ കൂടി ആ ഒരു യാത്ര എന്ന് പറയുന്നത് ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. നമ്മൾക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തരുന്ന യാത്രയാണ്. പിന്നെ ഫുഡൊന്നും ഒരുപാട് കഴിച്ചിട്ട് ജീപ്പിൽ കയറാതിരിക്കുക. അതൊക്കെ കൂടി പുറത്തോട്ട് വരും. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ലൈറ്റായിട്ടുള്ള കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മാത്രമാണ് കയറിയത്. അതുകൊണ്ട് അത്രയും കുഴപ്പമുണ്ടായിരുന്നില്ല. അല്ലാത്തവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയിലിരുന്ന് മൊത്തം കുടുങ്ങുകയും അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് ഒക്കെ വരും. അങ്ങനെ നമ്മൾ ബേസ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഈ കാണുന്ന ഒരു അമ്പലത്തിന് പ്രത്യേകതയുണ്ട്. മൂകാംബിക ദേവി മൂകാസുരനെ വധിച്ച ഒരു ശൂലമുണ്ട്. ആ ശൂലം ഇവിടെ തറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എവിടെയാണ് ഇതിൻ്റെ എൻഡെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു കഥ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറീസും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഇനി അങ്ങോട്ടേക്ക് പറയുന്നുണ്ട്. ഇവിടെയുള്ള ഓരോ അമ്പലങ്ങൾക്കും ഓരോ ഐതിഹ്യമുണ്ട്. ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട് ഈ വഴിയിലുടനീളം. നമ്മൾ ഈ ട്രക്കിങ്ങിലോട്ട് പോകുന്ന വഴിയിലുടനീളം ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട്. ഓരോ അമ്പലത്തിനും അതിൻ്റേതായിട്ടുള്ള ഓരോ പ്രത്യേകതകളുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് കുടജാദ്രിയിലെത്തി. ഇന്നലെ നമുക്ക് വരാൻ പറ്റിയില്ല, അപ്പോൾ ഇന്നാണ് നമ്മൾ വന്നത്. ആക്ച്വലി ഇവിടുത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2:30 വരെയാണ് നമുക്ക് ഇവിടെ അവർ വണ്ടിയിൽ കയറ്റുള്ളൂ. എന്ന് വെച്ചാൽ 3 മണിയൊക്കെ ആകുമ്പോൾ ഈ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ 2:30 വരെയാണ് നമുക്ക് ജീപ്പ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 5:30 AM സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു കുടജാദ്രി ട്രക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ടൈം നോക്കിയിട്ട് വേണം ഇവിടെ വരാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ആക്ച്വലി ഇന്ന് ഈവനിങ് വന്നിട്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. ഞങ്ങൾ 3 മണി കഴിഞ്ഞൂടെ എത്തിയപ്പോഴേക്കും. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ രാവിലത്തെ ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്. ലെറ്റ്സ് ഗോ. ജീപ്പിൽ ഒരു 8 പേരെയാണ് അവർ കയറ്റുന്നത്. ഒരാൾക്ക് 470, 480 ആ ഒരു റേഞ്ചിലാണ് ഇവർ വാങ്ങിക്കുന്നത്. പക്ഷെ ഭയങ്കര വേർത്താണ്. ഒരു 1.5 hours ഉണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ട്രെക്കിംഗ് എന്ന് പറയുന്നത്. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഒരാൾക്ക് 70 രൂപ വെച്ചിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ്. പിന്നെ ക്യാമറ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ക്യാമറയ്ക്ക് ഒരു 1000 ചാർജ് കൊടുക്കണം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അതിന് ഒരു ക്യാഷ് വാങ്ങിക്കും. അതിനുശേഷം നമ്മൾ പ്ലാസ്റ്റിക് കവേഴ്സ് അവർക്ക് തിരിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരും. മറ്റേ ക്യാമറേൻ്റെ ഒന്നും അവർ തിരിച്ച് തരില്ല. ബാക്കിയെല്ലാം അവർ നമുക്ക് റീഫണ്ട് ചെയ്ത് തരും. പ്ലാസ്റ്റിക് ബോട്ടിൽസും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവേഴ്സൊന്നും അവിടെ ഇടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ലുക്ക് അറ്റ് ദ വ്യൂ ഗായ്സ്. ദക്ഷിണേന്ത്യയിലെ പശ്ചിമഘട്ടത്തിൽ ഷിമോഗയിൽ നിന്ന് 78 കിലോമീറ്റർ അകലെ നിബിഡ വനങ്ങളുള്ള ഒരു പർവ്വത ശിഖരമാണ് കുടജാദ്രി. ഷിമോഗ ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കുടജാദ്രി. കർണാടകയിലെ 13ാമത്തെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണിത്. നേരത്തെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ക്യാമറ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ക്യാമറയ്ക്ക് അവർ 1000 റുപ്പീസാണ് ചോദിച്ചത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് 500 റുപ്പീസിന് അവർ തന്നു കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും കൂടി കമ്പയർ ടു ബാക്കിയുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ റേറ്റ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. ട്രക്കിംഗ് ഭയങ്കര റിസ്ക്കിയുള്ള ട്രക്കിംഗ് ആണ്. അതുപോലെ നമുക്ക് താഴെ നിർത്തിയിട്ട് ഒരു 1.5 കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ട് സർവ്വജ്ഞ പീഠത്തിൻ്റെ അടുത്തോട്ട്. അപ്പോൾ അതും നല്ല റിസ്ക്കാണ്. കുട്ടികളെയും കൊണ്ടും വയസ്സായ ആളുകളെ കൊണ്ട് വരുമ്പോൾ നിങ്ങളതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. 1862-നും 1870-നും ഇടയിൽ മൈസൂർ കമ്മീഷണറായി സേവനമനുഷ്ഠിച്ച ലെവിൻ ബെന്തം ബൗറിംഗ് രേഖപ്പെടുത്തുന്നു. കുടജാദ്രി മനോഹരമായ വനങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. കയറ്റം വളരെ കുത്തനെയുള്ളതാണ്. കാൽനടയായി ഒരിടത്ത് ദൂരെ നിന്ന് മൂർച്ചയുള്ളതും കത്തി പോലെ മൂർച്ചയുള്ളതാണെങ്കിലും അത് വളരെ മികച്ചതാണ്. ഭയങ്കര നാരോ റോഡാണ് ഗൈസ്. ഇപ്പുറത്ത് കൊക്കയാണ്. അപ്പോൾ അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മൾ സർവ്വജ്ഞ പീഠത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ ഒന്ന് കാണണമെന്ന്. ഞാൻ സംസ്കൃതം പഠിച്ചപ്പോൾ മുതൽ ശ്രീ ശങ്കരാചാര്യർ തപസ് അനുഷ്ഠിച്ച ഈ സർവ്വജ്ഞ പീഠം വന്ന് കാണണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 12:04 ഒക്കെ ആയപ്പോഴാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. 1:04 ഒക്കെ ആയപ്പോഴേക്ക് നമ്മളിവിടെ എത്തി. ഓൾമോസ്റ്റ് ഒരു 1 hour എടുത്തു നമുക്ക് താഴെ നിന്ന് ഇവിടം വരെ എത്താൻ വേണ്ടിയിട്ട്. ട്രക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര നാരോ ആയിട്ടുള്ള വഴികളുമൊക്കെയാണ്, കുറച്ച് റിസ്ക് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ എത്തിയ ഓഫ് റോഡിംഗ് ആണെങ്കിലും ഭയങ്കര പീക്കായിട്ടുള്ള ഓഫ് റോഡിംഗ് ആയിരുന്നു.
ഭയങ്കര രസമായിരുന്നു. നമുക്ക് ഇതുപോലത്തെ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്ന ആഗ്രഹമുള്ളവരാണ്, ഇങ്ങനത്തെ ട്രെക്കിംഗ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് കുടജാദ്രിയും. അതുപോലെ തന്നെ ഈ സർവജ്ഞപീഠമൊക്കെ കാണാൻ വരിക എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. മുനി ആദിശങ്കരൻ ഈ സ്ഥലം സന്ദർശിക്കുകയും ഇവിടെ ധ്യാനിക്കുകയും ചെയ്തു. കൊല്ലൂരിൽ ഒരു ക്ഷേത്രവും സ്ഥാപിച്ചു. സർവജ്ഞപീഠം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചെറിയ ക്ഷേത്രം. അപ്പോൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുനി ആദിശങ്കരൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ ശങ്കരാചാര്യർ തന്നെയാണ്. അദ്ദേഹം ഇവിടെ വരികയും തപസ്സനുഷ്ഠിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ഈ സർവജ്ഞപീഠം എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു മഹനീയ സ്ഥലമായിട്ട് മാറുകയായിരുന്നു. ഇവിടെ നമുക്ക് വന്നു കഴിയുമ്പോൾ ഭയങ്കരമായിട്ടൊരു ബ്ലെസ്ഡ് ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് അനുഭവപ്പെട്ടു. നമ്മൾ ഇത്രയും ഈ ഒരു കൊടുമുടി കയറി ഇവിടെ എത്തുമ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് തോന്നും. ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള റോഡ്സ് ആട്ടോ ഇങ്ങോട്ടേക്ക്. റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാരോ ആയിട്ടുള്ള റോഡാണ്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോഡ് ഞങ്ങൾ കണ്ടത്, ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ആ റോഡ് ഉണ്ടാവുമോ എന്ന് തന്നെ ഡൗട്ടാണ്. കാരണം അതിൻ്റെ സൈഡിൽ കൂടെ വെള്ളം കുത്തിയൊലിച്ച് പോയിട്ട് ഓൾമോസ്റ്റ് ആ ഒരു നാരോ റോഡ് ഭയങ്കരമായിട്ട് നശിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കുട്ടികളെ കൊണ്ട് വരുമ്പോഴും അതുപോലെ തന്നെ വലിയ ആളുകളെ കൊണ്ട് വരുന്ന സമയത്താണെങ്കിലും നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ട്രെക്കിങ്ങിൽ കുറച്ച് റിസ്ക്കും ഉണ്ട്, അതുപോലെ തന്നെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ. പുരാതന മാതാവ് മൂകാംബികയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം കൊടുമുടിയുടെ മുകളിലുണ്ട്. അതാണ് ഇത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മൂകാംബിക മൂകാസുരൻ എന്ന രാക്ഷസനെ യുദ്ധം ചെയ്ത് വധിച്ച സ്ഥലത്താണ് ഇത് നിലകൊള്ളുന്നത്. അങ്ങനെ കുടജാദ്രി ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്ത് നമ്മളിതിപ്പോൾ ഇറങ്ങുകയാണ്, കൊടുമുടി ഇറങ്ങുകയാണ്. നമ്മൾ ജീപ്പിൽ ഇറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി റിസ്ക് പിടിച്ചതാണ്. മഴയൊക്കെ പെയ്ത് ഭയങ്കരമായിട്ട് റോഡൊക്കെ കുറച്ച് സ്ലിപ്പറി ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ വണ്ടിയൊന്നും സ്കിഡാവാതെ വണ്ടി ഓടിക്കുന്നത് തന്നെ അവരുടെ ശരിക്കും ഒരു ഭയങ്കര എക്സ്പേർട്ട് ആയതുകൊണ്ട് മാത്രമാണ് അവർക്കത് ഓടിക്കാൻ പറ്റുന്നത്. അങ്ങോട്ട് പോയപ്പോഴാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും ട്രെക്കിംഗ് കഴിഞ്ഞു പോയല്ലോ എന്നുള്ളൊരു വിഷമവും ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു റൂട്ട് പിടിച്ചിട്ട് വേണം നമുക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. നെക്സ്റ്റ് അവർ ഡെസ്റ്റിനേഷൻ ഈസ് ഗോകർണ. ഗോകർണയെ പറ്റി എനിക്കൊന്നും പറയാനില്ല. കാരണം ഇവിടെ വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാവശ്യമില്ലായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയൊരു നിമിഷമാണ്. നമ്മൾ കുറേ കണ്ടുപിടിച്ച് ലാസ്റ്റ് ഒരു ബീച്ചിലോട്ട് കടക്കാം എന്നതിന് ശേഷം നമ്മൾ വരുന്ന ഒരു ബീച്ചാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓം ബീച്ചാന്ന് പറഞ്ഞ് നമ്മൾ എത്തിയത് കുട്ട്ലെ ബീച്ചിലായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് ഇനി കടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഓം ബീച്ചിലാണ് എത്തിയിരിക്കുന്നത്. ഇന്നലെ നമ്മൾ രാത്രി ഇവിടെ വന്നപ്പോൾ ഗോകർണയിലെ ഓം ബീച്ചിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ രാത്രി ഇവിടെ ജസ്റ്റ് വന്ന് നോക്കി. അപ്പോൾ ഭയങ്കര നമുക്ക് പേടിയാവുമായിരുന്നു. കാരണം ഇവിടെ ലൈറ്റ്സ് ഒന്നുമില്ല. നമ്മളൊരു ഫോറസ്റ്റ് ഏരിയയിൽ കൂടെയാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ കുട്ട്ലെ ബീച്ചും അതുപോലെ തന്നെ ഓം ബീച്ചും അടുത്ത് തന്നെയാണ്.
അപ്പോൾ നമ്മൾ ബീച്ച് എങ്ങനെയാണ് ഇരിക്കണേന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ ഒന്ന് നോക്കിയതാണ്. പക്ഷേ ഭയങ്കരമായിട്ട് പേടിയായിരുന്നു. ഇവിടെ ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് ബീച്ചിലോട്ട് പോകുന്ന ഏരിയ ആണെങ്കിൽ പോലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ലെറ്റ്സ് ഗോ. വന്നിട്ട് അധികം ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ബീച്ചിലാണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആ ഒരു കാർവാൻ ഇൻസിഡൻറ്റിന് ശേഷം ഇവിടേക്ക് ടൂറിസ്റ്റുകൾ വരുന്നത് ഭയങ്കര കുറവാണ്. ആ ലാൻഡ് സ്ലൈഡ് ഇഷ്യൂവിന് ശേഷം പിന്നെ ഇവിടെയൊന്നും അത്ര കാര്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അത് കാരണം തന്നെ ഇവിടെ ഹോം ബീച്ചിൽ വന്നിട്ടാണെങ്കിലും അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഇപ്പോൾ ഗോകർണയിലേക്ക് ഇനി ഞാൻ വരുമോ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ മിക്കവാറും വരില്ലായിരിക്കും. കാരണം അത്രയും ഒരു എക്സൈറ്റഡ് ആയ ഒരു സംഭവമൊന്നും ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചില്ല. എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോവാണ്. ഇനി നമ്മൾ ഉടുപ്പി, അത് കഴിഞ്ഞിട്ട് പിന്നെ മാംഗ്ലൂർ. ഉടുപ്പിയല്ല, നമ്മൾ മുരുടേശ്വർ പോകണമെന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോവും. അതിനുശേഷം നമ്മൾ പിന്നെ മാംഗ്ലൂർ പോകും. പിന്നെ മാംഗ്ലൂരിലാണ് നമ്മൾ ട്രെയിൻ കയറി പോകുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാനിങ്. നമ്മൾ ഗോകർണയ്ക്ക് പോകുന്നത് കാർവാർ കൂടിയിട്ടാണ്, അതുപോലെ തിരിച്ചു വരുന്നതും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴിക്കൂടെ പോകുമ്പോൾ ഇതുപോലുള്ള കുറേ ലാൻഡ് സ്ലൈഡ് കാണാൻ പറ്റും. അതൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് ശരിക്കും അർജുന ഓർമ്മ വരും. ഇത്രയും ഒരു പ്രശ്നത്തിലായിരുന്നു ഈ ഒരു സ്ഥലം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഗോകർണയിലേക്കുള്ള ആ ഒരു ടൂറിസവും കൂടിയിട്ട് ഇപ്പോൾ കുറച്ച് ഡള്ളായിട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയായാലും നമ്മളിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി, മുരുടേശ്വറിൽ എത്തിയിരിക്കുകയാണ്. മുരുടേശ്വറിൽ നമ്മൾ ഈവനിങ് ടൈമിലാണ് എത്തിയത് കേട്ടോ. അപ്പോൾ മുരുടേശ്വറിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ കിടക്കുന്നത്. മുരുടേശ്വറിൻ്റെ കുറച്ച് ഹിസ്റ്ററി ആവാം അല്ലേ. കർണാടകയിലെ ഉത്തര കന്നഡയിൽ ബഡ്കൽ താലൂക്കിലെ മുരുടേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് മുരുടേശ്വര ക്ഷേത്രം. അറേബ്യൻ കടലിന് സമീപമുള്ള കന്തുകഗിരി എന്ന ചെറിയ കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാനം. ക്ഷേത്രത്തിന് സമീപത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള 123 അടി ഉയരമുള്ള ശിവപ്രതിമയ്ക്ക് ലോകത്തിലെ ഉയരമേറിയ ശിവരൂപങ്ങളിൽ വെച്ച് 2ാം സ്ഥാനമാണ് ഉള്ളത്. 3 പതിറ്റാണ്ട് മുൻപ് ആർ.എൻ. ഷെട്ടി എന്ന ധനികനായ വ്യവസായിയുടെ ശ്രദ്ധ പതിയുന്നതോടെയാണ് മുരുടേശ്വര ക്ഷേത്രത്തിൻ്റെയും ഈ പ്രദേശത്തിൻ്റെയും ചരിത്രത്തിൽ ഒരു പുതുയുഗം പിറക്കുന്നത്. എസ്.ആർ. ആചാരി എന്ന ശില്പിയുടെ മേൽനോട്ടത്തിൽ
1977 പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പിന്നീട് പരമശിവന്റെ കൂറ്റൻ ശില്പവും 20 നിലകളുള്ള രാജഗോപുരവും ഷെട്ടി തന്നെ മുൻകൈയെടുത്ത് പണിയിപ്പിച്ചു. 249 അടി ഉയരമുള്ള രാജഗോപുരം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗോപുരമാണ്. മുരുടേശ്വർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരിക ഇവിടുത്തെ ഭീമാകാരനായ ശിവപ്രതിമയാണ്. അകലെ നിന്നും നോക്കുമ്പോൾ ആകാശത്ത് മേഘങ്ങളെ മുട്ടി നിൽക്കുന്നു ഈ പ്രതിമ. സൂര്യപ്രകാശം പതിക്കുമ്പോൾ തിളങ്ങുന്ന ഇത് 2 കൊല്ലത്തെ നിരന്തരമായ പണിക്ക് ശേഷമാണ് പൂർത്തിയാക്കിയത്. മുരുടേശ്വരിൽ ആരാധിക്കുന്നത് ആത്മലിംഗമാണ് എന്നാണ് വിശ്വാസം. ശിവനെ പ്രീതിപ്പെടുത്തി ആത്മലിംഗവുമായി ലങ്കയ്ക്ക് മടങ്ങുകയായിരുന്ന രാവണനെ ഗണപതി കൗശലത്തിൽ തടയുകയും മണ്ണിലുറഞ്ഞ ശിവലിംഗത്തെ വലിച്ചുയർത്താനുള്ള ശ്രമത്തിനിടെ അത് പല കഷ്ണങ്ങളായി മുറിയുകയും ചെയ്തതായി ഒരു കഥയുണ്ട്. അതിൽ ഒരു ഭാഗം വന്നു വീണ സ്ഥലമാണത്രേ മുരുടേശ്വരം എന്നാണ് ഐതിഹ്യം. രാവണൻ ആത്മലിംഗം സ്വന്തമാക്കിയാൽ അത് ലോകത്തിൽ തന്നെ നാശം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയ ദേവഗണങ്ങൾ ഗണപതിയെ കാണുകയും ഗണപതി ബാലന്റെ രൂപത്തിൽ രാവണനെ സമീപിക്കുകയും ആത്മലിംഗം ഗോകർണയിൽ സ്ഥാപിക്കുകയും ആയിരുന്നു. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തിയിരിക്കുകയാണ്. കൊച്ചി എത്താറായി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ എടുത്തതാണ്. നമ്മൾ രാത്രി ഒരു 11:30 ഒക്കെ ആയപ്പോഴാണ് അവിടുന്ന് നമ്മൾ ട്രെയിൻ കയറിയത്. ഒരു 6:30 ഒക്കെ ആയപ്പോഴേക്ക് നമ്മൾ കൊച്ചിയിലെത്തി. അപ്പോൾ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. അതുപോലെ തന്നെ കുടജാദ്രിയിൽ പോവുക, അവിടുത്തെ സർവജ്ഞപീഠത്തിൽ പോവുക എന്നൊക്കെ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതും സാധിക്കാൻ പറ്റി. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതാണ്. അടുത്തൊരു വ്ളോഗായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ദിസ് ഇസ് നീതു സൈനിങ് ഓഫ്. ബൈ ബൈ.